أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. لكم فيها منافع إلى أجل مسمى ثم محلها إلى البيت العتيق. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1078 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ ഹജ്ജിലെ 32-33 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. لكم فيها منافع إلى أجل مسمى ثم محلها إلى البيت العتيق. صدق الله العظيم. സൂറത്തുൽ ഹജ്ജിലെ 32-33 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഹജ്ജുമായി ബന്ധമുള്ള ഇതുവരെ നടന്നു വന്ന പ്രഭാഷണത്തിന്റെ തുടർച്ചയായിട്ട് വരുന്ന രണ്ടായത്തുകളാണ്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് മുഖ്യമായി ചൂണ്ടിക്കാണിച്ചിരുന്ന കാര്യം ഒന്ന്, അള്ളാഹുവിന്റെ ആദരണീയമായ ചിഹ്നങ്ങളെക്കുറിച്ചും ഹുറുമാത്തുകളെ കുറിച്ചാണ്. മറ്റൊന്ന്, അള്ളാഹുവിനോടൊപ്പം പങ്കാളികളെ ചേർക്കുന്നവന്റെ അവസ്ഥ. അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു മാനവ ഒത്തുചേരലാണ്, മാനവ സംഗമമാണ് ഹജ്ജ് എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊള്ളാത്ത, അത് അംഗീകരിക്കാത്ത ഒരു മാനവ സംഗമം ഒരു നിലക്കും സാധ്യമല്ലാത്ത ഒരു സംഗതിയാണ്. അതില് ചില സ്വാർത്ഥമായ ചപലമായ താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് അത്തരം സംഗമങ്ങളൊന്നും ഉണ്ടാവില്ല. മനുഷ്യന് ദിശാബോധം നൽകുന്ന, മനുഷ്യന് കൃത്യമായി അവന്റെ ദൗത്യത്തെക്കുറിച്ചും ജീവിത പ്രയാണത്തെക്കുറിച്ചൊക്കെ വേണ്ട തിരിച്ചറിവ് നൽകുന്ന ഒരു അതിപ്രധാനമായ ഒത്തുചേരലാണ് ഹജ്ജ്. ആ ഹജ്ജിന്റെ അടിസ്ഥാനമായി വർത്തിക്കുന്നത് അള്ളാഹുവിന്റെ ഏകത്വത്തിലുള്ള വിശ്വാസവുമാണ്. അപ്പോ ഹജ്ജ് പാവനമായ ഒരു കർമ്മമാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതീകാത്മകതയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇഹ്റാം അതിന്റെ പ്രതീകാത്മകമായ ഒരു കാര്യമാണ്. അതുപോലെ തവാഫ് അതുപോലെയുള്ളതാണ്. സഅയ് അതുപോലെ പ്രതീകാത്മക പ്രാധാന്യമുള്ളതാണ്. അതുപോലെ ബലികർമ്മം, ജംറയിലുള്ള കല്ലേറ്, അതുപോലെ മിനായിലുള്ള താമസം, അറഫയിലുള്ള ഒത്തുചേരൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഹജ്ജുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങൾക്കും ഈ പ്രതീകാത്മകതയിലൂടെയാണ് അവയ്ക്കുള്ള പ്രാധാന്യം ഉണ്ടാവുന്നത്. അവ ഹുറുമാത്തുകളായി മാറുന്നത് അങ്ങനെയാണ്. കേവലമായ അനുഷ്ഠാനം എന്നുള്ള നിലക്ക് അങ്ങനെ ചെയ്യുന്നതിന് വേറെ എവിടെയെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, വേറെ ഏതെങ്കിലും സമയത്തിൽ ചെയ്യുമ്പോൾ അതിലൊന്നും യാതൊരു ഹുറുമാത്തും നമ്മൾ കൽപ്പിക്കാറില്ല. എന്നാല് ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം സംഗതികൾക്ക്, അത് ഇടങ്ങളാവാം, വസ്തുക്കളാവാം, അതുപോലെ പ്രവർത്തനങ്ങളാവാം, ഇതൊക്കെ തന്നെ
ഹുറുമത്തുള്ള അല്ലെങ്കിൽ ആദരണീയത ഉള്ള സംഗതികളാണ്. ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് ആദരണീയത കൽപ്പിക്കലും വിശ്വാസത്തിന്റെ ഭാഗവുമാണ്. അതുകൊണ്ടാണ് അതിനിടക്ക് അള്ളാഹുവിന് പൂർണ്ണമായി സമർപ്പിക്കുന്ന ആളുകളായിക്കൊണ്ട് ഹനഫ ലില്ലാഹി ഗൈറ മുശ്രിക്കീന ബിഹി, അള്ളാഹുവിന്റെ ഏകത്വത്തില് മറ്റൊരാളെയും അവന്റെ റുബൂബിയത്തില് പങ്കാളിയായി കാണാത്ത വിധത്തിലുള്ള അവന് നൽകുന്ന ആ സമർപ്പണം പൂർണ്ണമായിട്ട് അവന് ഋജുമാനുസനായിക്കൊണ്ട് മറ്റൊന്നും അതില് കലരാത്ത വിധത്തിലുള്ള ആ സമർപ്പണം അങ്ങനെ ചെയ്യുന്നവനായിക്കൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തില് ഒത്തുചേരുക എന്നതാണ് ഹജ്ജിന്റെ മുഖ്യമായ പ്രവർത്തനം. അപ്പൊ ഈ കാര്യം ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിന്റെ ഏകത്വത്തില് പങ്കാളികളെ ചേർക്കുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ ദിവ്യത്വത്തില് അള്ളാഹുവിന്റെ റുബൂബിയത്തിലൊക്കെ മറ്റു പലർക്കും പങ്കുണ്ട് എന്ന വിധത്തിലുള്ള ജീവിത രീതിയും വീക്ഷണവും ഒക്കെ പുലർത്തിപ്പോരുന്ന ആളുകൾ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അവന്റെ അവസ്ഥ മഹാകഷ്ടമാണ്. ആകാശത്തുനിന്ന് താഴേക്ക് വീണു പോകുന്ന ഒരാളെ പോലെയാണ് അവന് മിഡ് എയറിൽ അവനെ പക്ഷികള് റാഞ്ചി കൊണ്ടുപോകാം, കാറ്റ് അവനെ തള്ളി നീക്കി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വീണ് പൊടിപൊടിയായി പോകാൻ കാരണമാകാം. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതേപോലെയുള്ള ആകാശത്തുനിന്ന് വീണുപോയ ഔട്ടർ സ്പേസിൽ നിന്ന് ശൂന്യാകാശത്തിലേക്ക് വീണുപോയ ഒരാളെ പോലെ അയാൾക്ക് പിന്നെ എവിടെ എന്ന ഒരു ഇടമുണ്ടാവില്ല, എങ്ങോട്ട് എന്ന ദിശയൊന്നും ഉണ്ടാവില്ല. ഒരുപക്ഷെ കുറച്ച് താഴേക്ക് വരികയാണെങ്കിൽ പക്ഷികള് അവനെ റാഞ്ചി എടുത്തെന്ന് വരാം, അല്ലെങ്കിൽ കാറ്റ് ഉള്ള മേഖലയിലേക്ക് എത്തുകയാണെങ്കിൽ കാറ്റ് അവനെ തള്ളിക്കൊണ്ടുപോയി എവിടെയെങ്കിലും വീണ് പൊട്ടിപ്പൊടിഞ്ഞ് നാശമായി പോകുന്ന വിധത്തില് എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി തള്ളിയേക്കാം. ഈ ഒരു അവസ്ഥയിലുള്ള ഒരാൾ എന്ന് പറയുന്നത് സ്വന്തം കാര്യത്തിൽ പോലും ഒരു നിലക്കും ഒരു ആത്മവിശ്വാസവും ഇല്ലാത്ത ആളായിരിക്കും. അള്ളാഹുവിന്റെ ഏകത്വത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഒരാള് അല്ലെങ്കിൽ ഇല്ലാത്ത ഒരാള് അയാള് സ്വന്തം കാര്യത്തിൽ തന്നെ വ്യക്തമായ ക്ലിയർ സൈറ്റഡ്നെസ് ഉള്ള ആളാവുകയില്ല. അയാൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാവുകയില്ല. അയാൾ ആരോട് ഏത് വിധത്തിൽ വിധേയത്വം കാണിക്കേണ്ടതുണ്ട്, എന്തൊക്കെ കാര്യങ്ങളെ ആദരണീയമായി കാണണം, എന്തൊക്കെ അനുവദനീയമായതും എന്തൊക്കെ അനുവദനീയമല്ലാത്തതും ഒക്കെ ആയിട്ട് കാണണം എന്നതൊന്നും അയാൾക്ക് അറിയില്ല. അയാള് തോന്നിയ പോലെ ജീവിക്കുന്ന, ലക്ഷ്യരഹിതമായിട്ട് മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കും. അങ്ങനെ ഒരാളുടെ അവസ്ഥ ആകാശത്തുനിന്ന് താഴേക്ക് വീണുപോയ ഒരാളുടെ അവസ്ഥ പോലെയാണ്. അയാൾക്ക് ഒരു നിയന്ത്രണവും സ്വന്തം ശരീരത്തിന്റെ മേലോ ജീവിത കാര്യത്തിലോ ഉണ്ടാവുകയില്ല എന്നതാണ് വസ്തുത. ഇതാണ് ഹജ്ജിന്റെ ആത്മാവ് ഉൾക്കൊള്ളാത്ത, അള്ളാഹുവിന്റെ റുബൂബിയത്തില് പങ്കു ചേർക്കുന്ന ഒരാളുടെ അവസ്ഥ. അങ്ങനെ ഒരാള് ഹജ്ജിന്റെ സംഗമത്തിന് ചേരുന്നതല്ല. ഹജ്ജിന്റെ സംഗമത്തിന് മാനസികമായി യോഗ്യനായ, അതിനു വേണ്ടി പരിശീലിപ്പിക്കപ്പെട്ട ഒരാളല്ല. അയാള് ഹജ്ജിന്റെ ഇടങ്ങളിലൊക്കെ ഇടഞ്ഞു നിൽക്കും. അയാൾക്ക് ഹജ്ജിന്റെ സുഗമമായ ആ പ്രയാണത്തിനോ ഒഴുക്കിനോ അതിന്റെ ഭാഗമായി നിലകൊള്ളാൻ കഴിയുകയില്ല. അള്ളാഹുവിനുള്ള സമർപ്പണമാണ് പൂർണ്ണമായിട്ടും ഓരോരുത്തരുടെയും സമർപ്പണം അള്ളാഹുവിനുള്ളതാക്കി മാറ്റുന്നതിലാണ് ഹജ്ജിന്റെ ആത്മാവ് നിലകൊള്ളുന്നത്. ഇബ്രാഹിം അലൈഹിസ്ലാം സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യവും അതാണ്. അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞു വെച്ചതിന് ശേഷമാണ് ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകൾ വരുന്നത്. ദാലിക എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ആശയം അതുവരെ പറഞ്ഞ പ്രഭാഷണത്തിന് ഒരു പൂർണ്ണ വിരാമം അവിടെ ഇടുന്ന പോലെ നമുക്ക് കാണാൻ കഴിയും. ദാലിക, ഇതാണ് കാര്യം, ഇതാണ് മൗലികമായ സംഗതി, അത് മനസ്സിലായിക്കൊള്ളുക, ഇതാണ് മർമ്മം,
ഇതാണ് ഹജ്ജിന്റെ ചൈതന്യം, ഇതാണ് ഹജ്ജിന്റെ ആത്മാവ്, നമ്മൾ പറഞ്ഞു വന്നതിന്റെ രത്ന ചുരുക്കം ഇതാണ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ശൈലിയാണ് ദാലിക. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പറയുന്ന മറ്റൊരു കാര്യമാണ് വമൻ യുഅല്ലിം ശആയിറല്ലാഹ്, ആരാണോ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നത്, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ തഅലീം ചെയ്യുന്നത്, ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്, അങ്ങനെ ഒരു നിലപാട് ഒരാൾക്ക് സാധിക്കുന്നത് അത് ഹൃദയങ്ങളുടെ ദൈവഭക്തിയിൽ നിന്നാണ്. ഹൃദയങ്ങൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഓരോരുത്തരും വഹിച്ചുകൊണ്ട് നടക്കുന്ന ദൈവബോധം, ദൈവഭയം, ദൈവഭക്തി, ഇതിന്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് അള്ളാഹുവിന്റെ ഹുറുമാത്തുകളെ ഒരാൾ ആദരിക്കുന്നത്. ഒരുപാട് ഹുറുമാത്തുകൾ ഉണ്ട് ആദരിക്കപ്പെടേണ്ടതായ, ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മുടെ നിത്യജീവിതത്തിലുള്ളതുമായ ഒരുപാട് ഹുറുമാത്തുകൾ നമ്മൾ വിലമതിക്കുന്നതും അതുപോലെ പ്രാധാന്യപൂർവം പരിഗണിക്കുന്നതും ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതുപോലെ ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹുറുമാത്തുകളെ ഒരാള് ആദരിക്കുന്നു, അതിനെ ഉയർത്തി വെക്കുന്നു, അതിന് വലിയ പ്രാധാന്യവും മൂല്യവും വിലയും ഒക്കെ കൽപ്പിക്കുന്നുവെങ്കിൽ അത് ഹൃദയങ്ങളുടെ സ്വാഭാവികമായ റിഫ്ലക്ഷനാണ്. ഏത് തരത്തിലുള്ള ഹൃദയങ്ങളുടേതാണ്? തഖ്വയുള്ള ഹൃദയങ്ങൾ, അള്ളാഹുവിനോടുള്ള ഭയഭക്തിയും അതുപോലെ സൂക്ഷ്മതയും ഉള്ള ഹൃദയങ്ങൾ സ്വാഭാവികമായിട്ട് എടുക്കുന്ന ഒരു നിലപാടാണ് അള്ളാഹുവിന്റെ ഹുറുമാത്തുകളെ തഅലീം ചെയ്യുക എന്നത്. അതുകൊണ്ട് മസ്ജിദുൽ ഹറാം എത്ര പാവനമാണ് എന്നത് അയാൾക്ക് മനസ്സിലാവും. കഅബയുടെ ചുറ്റുമുള്ള തവാഫ് അത് എത്ര കൃത്യതയോടുകൂടിയും എത്ര ശ്രദ്ധയോടുകൂടിയുമാണ് നിർവഹിക്കേണ്ടത് എന്നത് അയാൾക്ക് മനസ്സിലാവും. ആളുകളൊക്കെ കഅബയെ ഇടതുവശത്ത് ആക്കിക്കൊണ്ട് അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ തഅലീം ഉൾക്കൊള്ളാതെ എതിർദിശയിലേക്ക് സഞ്ചരിക്കുന്നവനോ എതിർദിശയിൽ ചുറ്റുന്നവനോ ആവില്ല അയാൾ. ആ ക്രമത്തിനെ അയാൾ ആദരിക്കും. അതുപോലെ മഖാം ഇബ്രാഹിമിന്റെ പ്രാധാന്യം അയാൾ മനസ്സിലാക്കും. അതുപോലെ ഹജ്റുൽ അസ്വദ് ഉള്ള ആ ഇടം, കഅബയുടെ ആ ഭാഗം, അതിന്റെ പ്രാധാന്യവും ഒക്കെ അയാൾ ഉൾക്കൊള്ളും. ഹിജ്ർ ഇസ്മായിൽ അയാളുടെ ശ്രദ്ധയിൽ ഉണ്ടാകും. സഫക്കും മർവക്കും ഇടയിലുള്ള സഅയ് നിർവഹിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യവും അയാൾ ഉൾക്കൊള്ളും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹുറുമാത്തുകളെ ആരെങ്കിലും സ്വാഭാവികമായ നിലക്ക് ആദരിക്കുന്നവനാകുന്നുവെങ്കിൽ അതൊരു സംശയവും വേണ്ട, ഹൃദയങ്ങളുടെ ഭക്തിയാണ്, ഹൃദയങ്ങളിലെ ദൈവഭക്തി തഖ്വയാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്, പ്രകടിപ്പിക്കുന്നത്. ദാലിക എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനെയാണ്, ഇതാണ് അതിന്റെ ചൈതന്യം, ഇതാണ് അതിന്റെ ആത്മാവ്, ഇതാണ് അതിന്റെ മൗലികത എന്നൊക്കെ മനസ്സിലാക്കാം. അതിനുശേഷം പറയുന്നത് വമൻ യുഅല്ലിം ശആഇറല്ലാഹി, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നവർ, ആരെങ്കിലും അങ്ങനെ അതിനെ ആദരവോടുകൂടി അതിനെ കാണുന്നുവെങ്കിൽ ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയങ്ങളുടെ ദൈവഭക്തിയാണ്. ആ ദൈവഭക്തിയുടെ ഒരു റിഫ്ലക്ഷനാണ്. അത് സ്വാഭാവികമായിട്ട്, കൃത്രിമമായിട്ടല്ല, സ്വാഭാവികമായിട്ട് തന്നെ ഒരാൾക്ക് അനുഭവപ്പെടുന്നതാണ്. അതുകൊണ്ട് മസ്ജിദുൽ ഇഹ്റാമിനെ അതിന്റെ പാവനതയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് മസ്ജിദുൽ ഇഹ്റാമിലേക്ക് ഒരാൾ വരിക. കഅബ കാണുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു വികാരമുണ്ട്, അതിനെ തഅലീം ചെയ്തുകൊണ്ടുള്ളതാണ്. അങ്ങനെ ഈ വിധത്തിലുള്ള പ്രതികരണം അയാളിൽ ഉണ്ടാവുന്നത് മിൻ തഖ്വൽ ഖുലൂബ് എന്നാണ് അള്ളാഹു പറയുന്നത്. ഹൃദയങ്ങളുടെ ഭയഭക്തിയുടെ ഒരു റിഫ്ലക്ഷൻ ആണ്. തുടർന്ന് പറയുന്നത് ലക്കും ഫീഹ മനാഫിഉ ഇലാ അജലിൻ മുസമ്മ, നേരത്തെ പറഞ്ഞു വന്ന ഹദീനെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ. അതിലേക്കാണ് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. നേരത്തെ ഹദീനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് തൊട്ട് മുകളിൽ നമ്മൾ വായിച്ച ഭാഗത്ത്. വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്
അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഭക്ഷിച്ചുകൊള്ളുവാനും ഞെരുക്കം അനുഭവിക്കുന്ന ദരിദ്രർക്കൊക്കെയും തന്നെ കൊടുക്കുവാനും ഒക്കെ നിർദ്ദേശിച്ച ഒരു ഭാഗം. ഇത് സംബന്ധമായി ഉന്നയിക്കപ്പെട്ട ചില സംശയങ്ങൾ അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ നിലനിന്നിരുന്നതിനെ തിരുത്തുകയാണ് നമ്മളിപ്പോ വായിക്കുന്ന ഈ ആയത്തിൽ. ലക്കും ഫിയ മനാഫിയോ, നിങ്ങൾക്ക് അവയില് ചില പ്രയോജനങ്ങളുണ്ട്, നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താം. ഇല അജലിൻ മുസമ്മ, നിർണിതമായ ഒരു സമയം വരേക്ക് നിങ്ങൾക്ക് അവയിൽ പ്രയോജനങ്ങളുണ്ട്. പ്രയോജനങ്ങളുണ്ട് എന്ന് പറയുന്നത് അത് നോക്കി നിൽക്കാനല്ല, ആ പ്രയോജനങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ചില പ്രയോജനങ്ങൾ അതിലുണ്ട്, അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇല അജലിൻ മുസമ്മ, നിർണിതമായ ഒരു അജല് വരെ, ഒരു സമയം വരെ. സുമ്മ മഹില്ലുഹ ഇലൽ ബൈത്തിൽ അതീഖ്, പിന്നെ അതിന്റെ ഇടം, അതിന്റെ ബലിയർപ്പിക്കാനുള്ള ഇടം, അത് അൽ ബൈത്തിൽ അതീഖാണ്, ആ ചിരപുരാതനമായ ഭവനമാണ്. ഇങ്ങനെയാണ് ഈ വാചകത്തിന്റെ നേർക്കുനേരെയുള്ള ആശയം. അപ്പൊ അള്ളാഹുവിടെ പരാമർശിക്കുന്നത് ഈ ബൈത്തുൽ അതീഖിലേക്ക് ബലി നൽകുന്നതിന് വേണ്ടി ബലിമൃഗത്തെയുമായി വരുന്ന ഈ കഅബയിലേക്ക് വരുന്ന തീർത്ഥാടകരുടെ കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൊണ്ടുവരുന്ന ഒട്ടകമാവാം, പശുവാവാം, അതല്ലെങ്കിൽ ആടാവാം, ഈ അനാമ് വർഗത്തിൽപ്പെട്ട, നാക്കാലി വർഗത്തിൽപ്പെട്ട ഏതുമാവാം. ഇവയെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലിയർപ്പിക്കുക എന്നതാണ് തീർത്ഥാടകൻ ഉദ്ദേശിക്കുന്ന കാര്യം. അതിനു വേണ്ടിയാണ് അവയുമായിട്ട് വരുന്നത്. അക്കാലത്ത് അറബികൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ, ഇങ്ങനെ ബലിക്കായിട്ട് കൊണ്ടുവരുന്ന മൃഗങ്ങളെ, നാക്കാലികളെ വേറെ ആവശ്യങ്ങൾക്കൊന്നും പ്രയോജനപ്പെടുത്തിക്കൂടാ എന്നതായിരുന്നു. ഒട്ടകം സവാരിക്ക് അതിനെ ഉപയോഗപ്പെടുത്തുകയോ യാത്രക്കിടയിൽ അവയെ അവയുടെ പാല് ഉപയോഗപ്പെടുത്തുകയോ ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ എന്ന ഒരു തെറ്റിദ്ധാരണ അറബികൾക്കിടയിൽ ജാഹിലിയ കാലത്ത് നിലനിന്നിരുന്നു. ആ തെറ്റിദ്ധാരണയെ തിരുത്തുകയാണ് അല്ലാഹുവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഘട്ടത്തില് ഒരു ഒട്ടകത്തിന്റെ കയറും പിടിച്ചുകൊണ്ട് വരുന്ന ഒരാളെ കാണാനിടയായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ഈ ഒട്ടകത്തെ ഇങ്ങനെ കയറും പിടിച്ചുകൊണ്ട് വരുന്നത്? അതിന്റെ മേൽ കയറിയിട്ട് സവാരി ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞത് ഇത് ബലിമൃഗമാണ് എന്നാണ്. ആ ബലിമൃഗമായിക്കോട്ടെ, നീ സവാരി ചെയ്തോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പ്രതികരിച്ചത്. അതുപോലെ വേറെയും സംഭവങ്ങൾ നമുക്ക് ഹദീസുകളിൽ രേഖപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. അപ്പോ ആട്, മാട്, ഒട്ടകങ്ങൾ ബലി നൽകപ്പെടാൻ വേണ്ടി കൊണ്ടുവരുമ്പോ അവയുടെ പാല് പ്രയോജനപ്പെടുത്തുന്നതും അവയെ യാത്രക്ക് ഉപയോഗപ്പെടുത്തുന്നതും ഒക്കെ പാടില്ലാത്ത കാര്യമാണ് എന്ന വിധത്തിലുള്ള ഒരു ധാരണ ആളുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. അതിനെ തിരുത്തുകയാണ് അല്ലാഹുവിടെ ചെയ്യുന്നത്. ലക്കും ഫീഹ മനാഫിയോ ഇല അജലിൻ മുസമ്മ, നിർണിതമായ ഒരു സമയം വരേക്ക് നിങ്ങൾക്ക് അതിന്റെ പ്രയോജനം എടുക്കാവുന്നതാണ്. അതിന്റെ പാല് കറന്നെടുക്കുന്നതായാലും അതുപോലെ അതിനെ സവാരിക്ക് ഉപയോഗപ്പെടുത്തുന്നതായാലും വേറെ വല്ല പ്രയോജനങ്ങളും അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് ആ നിലക്ക് പ്രയോജനപ്പെടുത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല, നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഒരു നിർണിതമായ അവധി വരേക്ക് എന്നാണ്. നിർണിതമായ അവധി എന്നത് അതിനെ ബലി നൽകാൻ നിശ്ചയിക്കപ്പെട്ട സമയം, അതാണ്. ബലി നൽകുന്ന സമയം വരേക്ക് നിങ്ങൾക്ക് അവയെ പ്രയോജനപ്പെടുത്തുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല എന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. സുമ്മ മഹില്ലുഹ ഇലൽ ബൈത്ത്. പണ്ഡിതന്മാർക്കിടയിൽ ഇതിൽ ചെറിയ അഭിപ്രായ ഭിന്നതകളൊക്കെ കാണാൻ പറ്റും. ഈ ബലിമൃഗത്തെ പ്രയോജനപ്പെടുത്തുന്ന വിഷയത്തിൽ അവയെ ബലിമൃഗമായിട്ട് നമ്മൾ
നിയ്യത്ത് ചെയ്യുന്നത് വരെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് ചിലര് പറയുന്നത് കാണാം. വേറെ ചിലര് വ്യത്യസ്തമായ ചില വേറെ നിരീക്ഷണങ്ങളും നമുക്ക് ഇത് സംബന്ധമായിട്ട് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ബലിമൃഗമായിട്ട് നിശ്ചയിക്കപ്പെടുന്നത് വരെ പ്രയോജനപ്പെടുത്തുന്ന കാര്യം ഖുർആനിൽ പ്രത്യേകമായിട്ട് പറയേണ്ട യാതൊരു പ്രസക്തിയുമില്ല. കാരണം ഒട്ടകത്തെ നമ്മൾ സവാരിക്ക് പ്രയോജനപ്പെടുത്തുന്നതും പാല് കറന്നെടുക്കുന്നതും ഒക്കെ സ്വാഭാവികമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവ ബലിമൃഗമായിട്ട് നമ്മൾ കണക്കാക്കാൻ, അങ്ങനെ ബലിമൃഗമായിട്ട് ബലിയിറക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുന്ന ആ ഘട്ടം മുതൽ പിന്നെ അതിനെ കൊണ്ടൊന്നും ചെയ്യിച്ചുകൂടാ എന്നതാണ്, അല്ലെങ്കിൽ അതിന് പ്രയോജനം എടുത്തുകൂടാ എന്നതാണ് നിലവിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതയോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയൊക്കെ. ആ കാര്യത്തെയാണ് അള്ളാഹു ഇവിടെ തിരുത്തുന്നത്. ബലിമൃഗമായി നിശ്ചയിക്കപ്പെടുന്നതിന് മുമ്പ് അവയുടെ പാലും അതുപോലെ പ്രയോജനങ്ങളൊക്കെ നേടുന്നതിന് ഒരു തടസ്സവും ഇല്ല. കാരണം അത് ബലിമൃഗമായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് അതിന് നിലവിൽ തന്നെ ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. ഇവിടെ അള്ളാഹു തിരുത്തുന്നത് ബലിമൃഗമായി നിശ്ചയിക്കപ്പെട്ടതിന്റെ ശേഷം തന്നെ അത് പ്രയോജനപ്പെടുത്താം എന്നാണ് ഈ പറയുന്നത് എന്നാണ് പണ്ഡിതന്മാരുടെ നിരീക്ഷണത്തിൽ സ്വീകാര്യമായതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ നേരത്തെ തന്നെ അത് എല്ലാവരും പ്രയോജനപ്പെടുത്തുന്നത് തന്നെയാണ്. ബലിമൃഗമാണെന്ന് തീരുമാനിച്ചിട്ടില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ ഒരു വിഷയം പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ബലിമൃഗം ആയി നിശ്ചയിക്കപ്പെട്ടത് തന്നെ ബലിമൃഗത്തിന്റെ അടയാളപ്പെടുത്തലുകളൊക്കെ ചെയ്തുകൊണ്ട് മസ്ജിദുൽ ഇഹ്റാമിന്റെ പരിസരത്തേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. അത് മൃഗത്തില് ഇങ്ങനെ ബലി നൽകപ്പെടുന്നതിന് വേണ്ടി എന്ന വിധത്തിലുള്ള ചില അടയാളപ്പെടുത്തലുകൾ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തത് പ്രയോജനപ്പെടുത്തുന്നതിലാണ് ചിലർക്ക് അഭിപ്രായ ഭിന്നതയുള്ളത്. അത് തന്നെ അത്ര പ്രാധാന്യമുള്ള ഒരു സംഗതിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഇത് സംബന്ധമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഏറ്റവും ചുരുങ്ങിയത് ബലിമൃഗമായിട്ടുള്ള അടയാളം ഉള്ള അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അടയാളപ്പെടുത്തൽ ചെയ്തതിന് ശേഷം അവയെ പ്രയോജനപ്പെടുത്തുന്നതില് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളൂ. ഇല അജലിം മുസമ്മ എന്ന് പറഞ്ഞതില് ഈ ബലിമൃഗമായിട്ട് നിശ്ചയിച്ച് അതിനെ ആ വിധത്തിൽ അടയാളപ്പെടുത്തുന്നത് വരെ എന്ന നിലക്ക് മനസ്സിലാക്കുന്നവരും ഉണ്ട്. അതുകൊണ്ട് അത് അത്രേ കാണേണ്ടതുള്ളൂ. അപ്പോ ബലി നൽകപ്പെടുന്നതിന് വേണ്ടി അതിന്റെ ബലിയിടത്തിലേക്ക് കൊണ്ടുവരുന്നത് വരെ അവയെ പ്രയോജനപ്പെടുത്താം എന്നാണ് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം. സുമ്മ മഹില്ലുഹ ഇലൽ ബൈത്തിലാത്തിയ, പിന്നെ അതിന്റെ മഹില്ല് എന്ന് പറഞ്ഞാൽ ഇടം എന്നാണ്. മഹില്ലുൽ ഹദിയ് എന്ന് നമുക്ക് അതിനെ മനസ്സിലാക്കാം. മഹില്ലുൽ നഹർ അല്ലെങ്കിൽ മഹില്ലുൽ ഹദിയ്, ഹദിയ് നിർവഹിക്കപ്പെടുന്ന ഇടം, അതുപോലെ നെഹർ നിർവഹിക്കപ്പെടുന്ന, അറവ് നിർവഹിക്കപ്പെടുന്ന ഇടം. അങ്ങോട്ടേക്ക് അത് പിന്നീട് അത് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ എത്തിക്കപ്പെടുന്നത് അതിന്റെ മഹില്ലായ, അതിന് ബലി നൽകപ്പെടേണ്ടതായ ഇടത്തിലേക്കാണ്. അത് ഇലൽ ബൈത്തിൽ അത്തീഖ്, ചിരപുരാതനമായ ആ ഭവനത്തിന്റെ പരിസരത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവിടെ ബൈത്തുൽ അത്തീഖില് ആരും ബലിമൃഗത്തെ കൊണ്ടുപോയി ബലി അറക്കാറില്ല. അങ്ങനെ ഒരു സുന്നത്തും ഇല്ല, ആരും ചെയ്യാറില്ല. അത് അതിന് സൗകര്യമുള്ള ഒരു സ്ഥലവും അല്ല. ബൈത്തുൽ അത്തീഖ്, മസ്ജിദുൽ ഹറം തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ ഖുർആൻ നടത്തുന്നത് വിശാലമായ ഹറമു മക്കയെ കുറിച്ചാണ് എന്നതിന് ഒരു പിൻബലമായിട്ടുള്ള ഒരു തെളിവ് കൂടിയാണിത്. നേരത്തെ നമ്മൾ ചർച്ചയിൽ വന്നിരുന്നു. ഹറം എന്നതുകൊണ്ട് മസ്ജിദുൽ ഹറാം മാത്രമാണോ, ബൈത്തുൽ അത്തീഖ് കൊണ്ട് ആ മസ്ജിദുൽ ഹറാമിന്റെ ആ പരിസരം മാത്രമാണോ, അതല്ല വിശാലമായ ഹറമു മക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന വിശാലമായ സ്ഥലം മുഴുവനുമായിട്ടാണോ എന്ന വിധത്തിലുള്ള ഒരു ചർച്ച നേരത്തെ നമ്മൾ ഇവിടെ
കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോ അതിന്റെ ഉടമസ്ഥത സംബന്ധമായിട്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കുകയുണ്ടായത്. അപ്പൊ അത് വിശാലമായ മക്ക പ്രദേശത്തായിട്ടുള്ള ഹെറം, പാവനമായ ആ ഇടം അള്ളാഹു മുഴുവൻ സത്യവിശ്വാസികൾക്കുമായിട്ട് വഖഫ് ചെയ്തിട്ടുള്ള ആ പ്രദേശം. അപ്പൊ അവിടെ അങ്ങോട്ടാണ് ബലിമൃഗത്തെ കൊണ്ടുവരുന്നത്. മസ്ജിദുൽ ഹറാമിനകത്തേക്കോ കഅബയുടെ പരിസരത്തേക്ക് ആ തൊട്ടുടനെയുള്ള ആ ചുറ്റുവട്ടത്തേക്കോ ഒന്നുമല്ല. ഹറമില് മസ്ജിദുൽ ഹറാം നിലകൊള്ളുന്ന ആ പ്രദേശം, വിശാലമായ ആ പ്രദേശം, ആ ഹറമു മക്കയിലാണ് ഈ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബലി നിർവഹിക്കപ്പെടുന്നത്. അത് മസ്ജിദുൽ ഹറാമിന്റെ വളരെ അടുത്ത ഇടമൊന്നുമല്ല. പലപ്പോഴും ഹറമ് കുറച്ച് വിശാലമായ ആ വൃത്തത്തിന് അകത്ത് അതിനുവേണ്ടി സജ്ജീകരിക്കപ്പെട്ട ഇടങ്ങളിലാണ് അത് ആധുനിക കാലത്ത് നിർവഹിച്ചു വരുന്നത്. അപ്പോ ഈ ബലിമൃഗങ്ങളെ അതിന്റെ പ്രയോജനങ്ങൾ നേടുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൂടാ എന്ന ഒരു തെറ്റിദ്ധാരണ തിരുത്തിക്കൊണ്ട് അവയെ ബലിയിടത്തിലേക്ക് കൊണ്ടുവന്ന് ബലി നൽകപ്പെടുന്നത് വരെ അവയെ പ്രയോജനപ്പെടുത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ഇവയൊക്കെയും തന്നെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളായിട്ടാണ്. ബലിമൃഗവും അങ്ങനെ തന്നെയാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിൽ ഒരിടത്ത് ഇങ്ങനെ കാണാൻ കഴിയും, വൽ ബുദൻ ജഅൽനാഹാ ലക്കും മിൻ ശാഇരില്ല. ബലിക്ക് ആയി നിശ്ചയിക്കപ്പെട്ട ഒട്ടകങ്ങൾ, അവയെ നാം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളായിട്ട് നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്ന് ഖുർആനിൽ പറയുന്നത് കാണാം. പഴയകാലത്തെ അറബികൾക്ക് നേരത്തെ തന്നെ അവർ ഉൾക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ് ബലിമൃഗം അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് എന്നത്. അതുകൊണ്ട് തന്നെ ബലിമൃഗത്തെ ആദരിക്കുക, ആ ബലിമൃഗത്തിനോട് അനാദരവ് കാണിക്കുന്ന യാതൊന്നും ചെയ്യാതിരിക്കുക എന്നതൊക്കെ അവര് പിന്തുടർന്ന് വന്നിരുന്നതാണ്. അതില് അവർ കുറച്ച് അതിര് കടന്നു പോയതാണ് ബലിമൃഗത്തിനെ കൊണ്ട് ഭാരം വഹിപ്പിച്ചുകൂടാ, അവയുടെ പാല് എടുത്ത് പ്രയോജനപ്പെടുത്തിക്കൂടാ, അവയെ യാത്രക്ക് സവാരിക്ക് ഉപയോഗപ്പെടുത്തിക്കൂടാ എന്നൊക്കെ ഉള്ളത്. അതാണ് അള്ളാഹുവിടെ തിരുത്തുന്നത്. അപ്പോ നേരത്തെ ഒരു സംഭവം പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ ബലിമൃഗത്തെയുമായിട്ട് ഒട്ടകത്തെയുമായി അതിന്റെ കയറ് പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന കാഴ്ച കണ്ടപ്പോ പറഞ്ഞ ഒരു കാര്യം. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വേറെയും ചില ഹദീസുകളും സംഭവങ്ങളും ഒക്കെ രേഖപ്പെട്ട് കിടക്കുന്നതായിട്ട് സൂക്ഷ്മമായിട്ട് നമ്മളത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. അപ്പോ ഈ രണ്ടായത്തുകളിലായിട്ട് അള്ളാഹു മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ, അള്ളാഹുവിന്റെ ഷാഇറിനെ, ഇപ്പൊ സഫയും മർവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ് എന്ന് ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ബലി നൽകപ്പെടാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒട്ടകങ്ങള്, അതിനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളായിട്ട് അവയെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഖുർആനിൽ പറഞ്ഞ് ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചു. അതുപോലെ ഈ ഷാഇറുകളെ ആദരിക്കല് ഹൃദയത്തിലുള്ള ഒരാളുടെ സത്യവിശ്വാസത്തിന്റെയും തഖ്വയുടെയും ഒക്കെ ഒരു പ്രകടനമാണ് എന്നാണ് അള്ളാഹു പറഞ്ഞു വെക്കുകയുണ്ടായത്. എന്നാൽ ബലിമൃഗത്തെ പ്രയോജനപ്പെടുത്തുന്നത് ബലിമൃഗത്തോടുള്ള അനാദരവേ അല്ല. അവയുടെ പാല് എടുത്ത് ഉപയോഗപ്പെടുത്താം, അവയെ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം, ഭാരം വഹിപ്പിക്കാം, അതുപോലെ യാത്രക്ക് പ്രയോജനപ്പെടുത്താം. ഇങ്ങനെയൊന്നും ചെയ്യുന്നത് അവയോടുള്ള അനാദരവ് കാണിക്കലല്ല എന്നാണ് ഈ ആയത്ത് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അപ്പൊ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഹജ്ജിലെ 32, 33 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ.
وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.